എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തിൽ തുലാക്കൂറിൽ വരുന്ന ചിത്തിരയുടെ അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ജൂലൈ മാസത്തിൽ തുലാൻ രാശിക്കാർക്ക് ഏറെയും അനുകൂല ഫലങ്ങളാണ് ലഭിക്കാൻ സാധ്യതയുള്ളത്. ആദ്യം തൊഴിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ ഗണ്യമായ പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ചിലർക്കെങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ തൊഴിലിൽ ഉണ്ടായാൽ അത് പുരോഗതിക്കൊക്കെ മുൻപുള്ള തടസ്സങ്ങളാണെന്ന് ഓർക്കുക. അതിനുള്ള സൂചനയാണ് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബിസിനസ്സുകാർക്കും നല്ല അവസരങ്ങളൊക്കെ ഈ മാസം ഉണ്ടാകുന്നതാണ്. ആ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനും കഴിയുന്നതാണ്. ഇനി സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നൊക്കെ പണം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് തടസ്സപ്പെട്ടൊക്കെ കിടക്കുന്ന പൈസ എവിടുന്നെങ്കിലുമൊക്കെ കിട്ടാനൊക്കെ തടസ്സമായിട്ടൊക്കെ കിടക്കുന്നതുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റുകളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ വൈകിയൊക്കെ ലഭിക്കുന്ന പേയ്മെൻറ്റുകളൊക്കെ ഈ മാസം നേരത്തെ തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ ശമ്പളം ഒക്കെ ലഭിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഇൻക്രിമെൻറ്റുകളൊക്കെ ലഭിക്കാം. അതുവഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദിവസ വരുമാനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അവർക്കും വരുമാനത്തിലൊക്കെ വർധനവ് ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം തന്നെയാണ്. മത്സര പരീക്ഷകളിലൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് മികച്ച വിജയമൊക്കെ നേടാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചിലർക്കെങ്കിലും സഹപാഠികളൊക്കെ ആയിട്ട് വാക്കുതർക്കങ്ങൾക്കൊക്കെ സാധ്യതയുള്ളതിനാൽ ആ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ വേണം. സൗഹൃദമൊക്കെ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. അതുപോലെ പുറമേ നിന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ പിന്തുണയും ഒക്കെ കൂടുതൽ ജൂലൈ മാസത്തിൽ ലഭിക്കുന്നതാണ്. ഈ കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ കുടുംബാംഗങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെങ്കിലും അത് വലിയ പ്രശ്നങ്ങൾക്കൊന്നും കാരണമാകില്ല. എന്ത് കാര്യത്തിനും നിങ്ങളുടെ സഹോദരങ്ങളുടെയൊക്കെ പിന്തുണകളൊക്കെ ലഭിക്കുന്ന മാസമാണ്. അതുപോലെ നിങ്ങളുടെ വിശ്വസ്തരൊക്കെ ആയിട്ട് കൂടെ നടക്കുന്നവരാണെങ്കിൽ അവരുടെയും സഹായമൊക്കെ ലഭിക്കും. അതുപോലെ സുഹൃത്തുക്കളുടെ പിന്തുണയും സഹായവും ഒക്കെ ഏത് കാര്യങ്ങൾക്കും ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതവും വളരെയധികം സന്തോഷകരവും അതുപോലെ ദാമ്പത്യത്തിൽ പരസ്പരം ഐക്യവും ഒക്കെ വർദ്ധിക്കുന്നതുമാണ്. ലവ് റിലേഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതിനാൽ ലവ് റിലേഷനൊക്കെ ഉള്ളവർ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതുപോലെ എന്ത് കാര്യം പറയുമ്പോഴും ഒക്കെ ജൂലൈ മാസത്തിൽ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ജൂലൈ മാസത്തിൽ ഉണ്ടാകുന്നതല്ല. എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ ഗുണകരമാകുന്നതുമാണ്. ജൂലൈ മാസം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അതുപോലെ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ദർശനം നടത്തുക. അതുപോലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ സർപ്പങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വഴിപാട് സമർപ്പിക്കുന്നതും ഗുണകരമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.